Hi, welcome to my channel Mathematics Made Easy by Mary MJ. Today I am discussing SCERT class 10 chapter 9 Geometry and Algebra. We are continuing the chapter. We are moving on to midpoint. ഒരു ലൈനിൻ്റെ മിഡ് പോയിൻ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അപ്പോൾ x1 y1 ഒരു പോയിൻറ്റും ഒരു വേർട്ടെക്സും x2 y2 വേറൊരു വേർട്ടെക്സും ആണെങ്കിൽ then let this be A and B. അങ്ങനെയാണെങ്കിൽ midpoint of AB. Midpoint of AB is given by x1 plus x2 by 2, comma y1 plus y2 by 2. So, ഒരു കോർഡിനേറ്റ് x1 y1ഉം വേറൊരു കോർഡിനേറ്റ് x2 y2 ആണെങ്കിൽ മിഡ് പോയിൻ്റ് ഓഫ് എ ബി ഈസ് ഗിവൺ ബൈ x1 പ്ലസ് x2 by 2, y1 പ്ലസ് y2 by 2. ഇതിനെയാണ് മിഡ് പോയിൻ്റ് ഫോർമുല എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞതാണ്. മിഡ് പോയിൻ്റ് ഓഫ് എ ബി ഈസ് ഈക്വൽ ടു x1 പ്ലസ് x2 by 2, y1 പ്ലസ് y2 by 2. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. Question page number 217. A circle is drawn with line joining 2, 3 and 6, 5 as diameter. അപ്പോൾ ഒരു സർക്കിളിൻ്റെ ഡയമീറ്റർ ആണ്, ഡയമീറ്ററിൻ്റെ എൻഡ് പോയിൻറ്റ്സ് ആണ് തന്നിരിക്കുന്നത്. 2, 3 and 6, 5. Endpoints of the diameter. What are the coordinates of the center of the circle? അങ്ങനെയാണെങ്കിൽ സെൻറ്റർ എന്താണ്? Let this be A, let this be B, center let it be C. അപ്പോൾ എങ്ങനെയാണ് C കോർഡിനേറ്റ് കാണുന്നത്? x1 plus x2 by 2, y1 plus y2 by 2. That is equal to x1 എന്ന് പറയുന്നത് 2, x2 is 6 divided by 2, y1 is 3, y2 is 5 divided by 2, which is equal to 2 plus 6 is 8, 8 by 2, 8 by 2. So center is 4, 4. 4, 4 ആണ് അപ്പോൾ center. Center of the circle is 4, 4. Second one, the coordinates of two opposite vertices of a parallelogram. ഒരു പാരലോഗ്രാമിൻ്റെ ഓപ്പോസിറ്റ് വേർട്ടിസസ്. ഒരു പാരലോഗ്രാമിൻ്റെ ഓപ്പോസിറ്റ് വേർട്ടിസസ് ആണ് 4, 5ഉം 1, 3ഉം. വാട്ട് ആർ ദ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ഇറ്റ്സ് ഡയഗണൽസ്? അപ്പോൾ ഈ ഡയഗണൽസ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ആ പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് എന്താണ്? ഇതിന് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് മിഡ് പോയിന്റിലായിരിക്കും. ഈ രണ്ട് ഡയഗണൽസും മീറ്റ് ചെയ്യുന്ന ഒരു സെയിം പോയിന്റിലാണ് ഒരു പാരലോഗ്രാമിൽ. സോ the diagonals of the parallelogram bisect each other and that will be the midpoint. ഒരു ലൈനിൻ്റെ മിഡ് പോയിന്റ് ആണ്, ബൈസെക്റ്റ് ചെയ്യും ഇത് രണ്ടും. സോ let this be A, this be B and this be M. So the coordinate of M, the coordinate of M is 4 plus 1 by 2. കാരണം ഇവിടുത്തെ x വാല്യൂ 4ഉം ഇവിടുത്തെ x വാല്യൂ 1ഉം. അപ്പോൾ 4 plus 1 by 2, 5 plus 3 by 2. That is equal to 5 by 2, 8 by 2, or that is 2.5, 4. ഇനി നെക്സ്റ്റ് വൺ, the coordinates of the vertices of a quadrilateral taken in order are 2, 1, 5, 3, 8, 7 and 4, 9. അപ്പോൾ ഒരു ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞാൽ പാരലോഗ്രാം അല്ല, റെക്റ്റാങ്കിൾ അല്ല, ഏതെങ്കിലും ഒരു ക്വാഡ്രിലാറ്ററൽ 4 സൈഡഡ് ഫിഗറിനെ നമുക്ക് മീനിങ് ഉള്ളൂ. സോ ദിസ് ഇസ് A of 2, 1, ദിസ് ഇസ് B of 5, 3 and C of 8, 7, C coordinate ആണ്, D of 4, 9 are the coordinates of the vertices of the quadrilateral.
ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ മിഡ് പോയിൻറ്റ്സ് ഓഫ് ഓൾ ദ സൈഡ്സ്. അപ്പോൾ എല്ലാ സൈഡിൻ്റെയും മിഡ് പോയിൻ്റ് കണ്ടുപിടിക്കണം. അപ്പം മിഡ് പോയിൻ്റ് ഓഫ് ഇതിൻ്റെ മിഡ് പോയിൻറ്റിന് നമുക്ക് പി എന്ന് കൊടുക്കാം. ദറ്റ് ദിസ് ബി ക്യൂ, ദിസ് ബി ആർ ആൻഡ് ദിസ് ബി എസ്. അപ്പം മിഡ് പോയിൻറ്റ് ഫോർമുല യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആദ്യം മിഡ് പോയിൻറ്റ്സ് കണ്ടുപിടിക്കുന്നത്. സോ പി കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ 2 + 5/2, x1 + x2/2, y1 + y2/2, 1 + 3/2. So what is the coordinate of P? 7/2. 7/2, 4/2. 7/2 എന്ന് വെച്ചാൽ 3.5, 4/2 is 2. ഇനി Q കോർഡിനേറ്റ്. Q കോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ ഇത് എക്സ് വാല്യൂസ് തമ്മിൽ ആഡ് ചെയ്യുക, /2 ചെയ്യുക. സോ 8 + 5/2, 7 + 3/2. That's equal to 8 + 5. 8 + 5 is 13. 13/2 is 6.5. 6.5, 5. Then R. 8 + 4/2, 7 + 9/2. That's equal to 12/2 is 6. 16/2 is 8. 6, 8 is R. പിന്നെ എസ് എന്താണ്? കോർഡിനേറ്റ് ഓഫ് എസ്. കോർഡിനേറ്റ് ഓഫ് എസ് ഇസ് 4 + 2. 4 + 2/2, 9 + 1/2. That's equal to 6/2 is 3, 5. സോ ഓരോ കോർഡിനേറ്റ്സ് നമുക്ക് കിട്ടി. പി എന്ന് പറയുന്ന കോർഡിനേറ്റ് 3.5, 2. Q is 6.5, 5. And R is 6, 8. And S is 3, 5. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ അതായിരുന്നു, ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് മിഡ് പോയിന്റ്. രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യനിൽ പ്രൂവ് ദാറ്റ് ദ ക്വാഡ്രിലാറ്ററൽ ഗോട്ട് ബൈ ജോയിനിങ് ദ മിഡ് പോയിന്റ്സ് ഓഫ് മിഡ് പോയിന്റ്സ് ഇസ് എ പാരലോഗ്രാം. അതായത് ഈ കിട്ടിയിരിക്കുന്നത് ഇതെല്ലാം കൂടെ ജോയിൻ ചെയ്ത് കിട്ടുന്ന ആ ഒരു ക്വാഡ്രിലാറ്ററൽ ഒരു പാരലോഗ്രാം ആണെന്ന് കാണിക്കണം. അപ്പോൾ പാരലോഗ്രാം ആവണമെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കണം. സൈഡ്സിൻ്റെ ലെങ്ത് ഓഫ് പി ക്യൂ ഷുഡ് ബി ഈക്വൽ ടു ലെങ്ത് ഓഫ് ആർ എസ്. ലെങ്ത് ഓഫ് ക്യു ആർ ഷുഡ് ബി ഈക്വൽ ടു ലെങ്ത് ഓഫ് പി എസ്. പിന്നെ ഡയഗണൽസ് ഡിഫറെൻ്റ് ആയിരിക്കണം. ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ മാത്രമാണെങ്കിൽ എന്താവും? ഇറ്റ് വിൽ ബി എ റെക്റ്റാങ്കിൾ അല്ലേ? അപ്പോൾ നമ്മൾ എന്തും കൂടെ കാണിക്കണം? ഡയഗണൽസ് ഡിഫറെൻ്റ് ആണെന്നും കാണിക്കണം. പാരലോഗ്രാമിൽ ഡയഗണൽസിൻ്റെ ലെങ്ത് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതും കൂടെ നമ്മൾ പ്രൂവ് ചെയ്താൽ മാത്രമേ അതെന്താവുള്ളൂ, അതൊരു പാരലോഗ്രാം ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? പി ക്യൂവിൻ്റെ ലെങ്ത്ത് കാണണം. ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്ത് പി ക്യൂവിൻ്റെ ലെങ്ത്ത് കാണാം. ദറ്റ് ഈസ് റൂട്ട് ഓഫ് x1 - x2 whole square, that is 6.5 minus 3.5 whole square. ഫോർമുല എഴുതിയിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങൾ മറന്നുപോകും. ഫോർമുല എന്താണ്? ഡിസ്റ്റൻസ് ഫോർമുല റൂട്ട് ഓഫ് x1 - x2 whole square plus y1 - y2 whole square. That is equal to root of ഇവിടുത്തെ രണ്ട് പോയിൻറ്റ്സ് പിയും ക്യൂ ആണ് അല്ലേ? അപ്പോൾ അവിടെ 6.5 minus 3.5 whole square plus 5 minus 2 whole square. That's equal to 6.5 minus 3.5 is 3. 3 square is 9. 9 plus 9. That's equal to root 18. അതേപോലെ QR. QRൻ്റെ ലെങ്ത്ത് കാണണം. QRൻ്റെ ലെങ്ത്ത് റൂട്ട് ഓഫ് 6.5 minus 6, that is 0.5 square plus 5 minus 8, that is minus 3 square, which is equal to root of 0.5 square എന്ന് വെച്ചാൽ 0.25 plus 9, which is equal to root of 9.25. ഇനി അതേപോലെ QR കണ്ടു. ഇനി RS. RS equal to root of പോയിൻറ്റ്സ് എന്തൊക്കെയാണ്? RSൻ്റെ 6ഉം 3ഉം. അപ്പോൾ 6 minus 3 square എന്ന് വെച്ച് കഴിയുമ്പോൾ 3 square plus 8 minus 5, that is again 3 square. So root of 18. RS കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ്
SP. SP is equal to 3 minus 3.5 minus 3, that is 0.5 square root of 0.5 square plus y in the 3 square, that is 9. So that is equal to root of 9.25. അപ്പോൾ ഇവിടെ നമുക്ക് ഓപ്പോസിറ്റ് സൈഡ്സ് ലെങ്ത് സെയിം ആണ് കിട്ടി. ഇനി നമുക്ക് ഡയഗണൽസും കൂടെ നോക്കാം. ഡയഗണൽസ് എന്തൊക്കെയാണ് വരിക? PR, ഒരു ഡയഗണലാണ് PR വരിക. PR is equal to, ഇവിടെ 6ഉം ഇവിടെ x coordinate 3.5ഉം, 6 minus 3.5, that is 2.5. 2.5 square root of 2.5 square plus y ൻ്റെ ഡിഫറൻസ് എന്തൊക്കെയാണ്? 8 minus 2, that is 6 square. So that's equal to root of 6.25 plus 36 equal to root of 42.25. അതേപോലെ PR കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് വേണ്ടത് QS ആണ്. QS is equal to root of 6.5 minus 3, that is 6.5 minus 3 is 3.5. 3.5 square, 3.5 square plus 5 minus 5, that is 0 square. That is equal to root of 3.5 square is 3.5. അപ്പോൾ രണ്ടിൻ്റെയും ഡിഫറെൻ്റ് ആണ്. PRഉം QSഉം ഡിഫറെൻ്റ് ആണ്. സോ അതുകൊണ്ട് അതൊരു അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് സെയിമും ഡയഗണൽസ് ഡിഫറെൻറ്റും ആയതുകൊണ്ട് ഇറ്റ് ഈസ് എ പാരലോഗ്രാം. Therefore it is a parallelogram. Opposite sides equal എന്ന് പറഞ്ഞാൽ PQ is equal to RS, QR is equal to SP and PR not equal to QS. അപ്പോൾ അതുകൊണ്ട് it is a parallelogram. ഇനി next question, fourth one. In the figure, the midpoints of the large quadrilateral are joined to form a small quadrilateral within. ഉള്ളിൽ ഒരു ചെറിയ quadrilateral midpoints join ചെയ്തിട്ട് ഒരു ചെറിയ quadrilateral കിട്ടിയിട്ടുണ്ട്. Find the coordinates of the fourth vertex of the small quadrilateral. ഇതിൻ്റെ fourth vertex കണ്ടുപിടിക്കണം. അതേപോലെ find the coordinates of the other three vertices of the large quadrilateral. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ വലിയ quadrilateralൻ്റെ ബാക്കിയുള്ള verticesഉം കാണണം. സോ ഇതൊരു പാരലോഗ്രാം ആണ് അല്ലേ? ബിക്കോസ് ദ മിഡ് പോയിൻറ്റ്സ് ജോയിനിങ് ദ ഓഫ് ഓൾ ദ സൈഡ്സ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ വിൽ ബി എ പാരലോഗ്രാം. അതൊക്കെ നമ്മുടെ ലാസ്റ്റ് ഇയർ പഠിച്ച കാര്യങ്ങളാണ്. മിഡ് പോയിൻറ്റ്സ് ജോയിൻ ചെയ്ത് കിട്ടുന്നത് അത് എങ്ങനെയാണ് കിട്ടുന്നത്? വൈ വി ആർ സെയിങ് ദാറ്റ് ഇസ് എ പാരലോഗ്രാം? ഇതിങ്ങനെ ഡയഗണൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡയഗണൽ ഈ ലെങ്ത്തിൻ്റെ ഹാഫായിരിക്കും ഇത്. കാരണം ഇതൊരു ട്രയാങ്കിളാണ്. ട്രയാങ്കിളിൻ്റെ മിഡ് പോയിൻറ്റ്സ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ the line joining the midpoint of two sides of a triangle will be parallel to the third side and will be half of it. അപ്പോൾ അതേപോലെ ഈ ഭാഗത്ത് എടുക്കുമ്പോഴും അതേ കണ്ടീഷൻ അല്ലേ? അപ്പോൾ ഇതിന് പാരലലാണ്, ഇതിന് പാരലലാണ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ. Therefore the small one is a parallelogram. അപ്പോൾ ഫസ്റ്റ് വൺ റീസൺ എന്താ എഴുതേണ്ടത്? ഇത് A B C D, അവിടെ ജോയിൻ AC കേട്ടോ. ഈ പോയിൻറ്റ്സിന് നമുക്ക് P Q R and S. The line joining the midpoints of two sides of a triangle will be parallel to the third side and is half of it. അപ്പോൾ ഈ AC യുടെ പകുതിയായിരിക്കും ഇത്, ആൻഡ് AC ക്ക് പാരലലും ആണിത്.
അല്ല, ഇത് ഹാഫ് എ സി എന്ന് പറയാം. അതേപോലെ തന്നെയാണ് പി ക്യു ആണെങ്കിലും ഹാഫ് എ സി ആയിരിക്കും. therefore opposite sides are equal and parallel, therefore it is a parallelogram. അപ്പോൾ ഇത് പാരലോഗ്രാം ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് കോർഡിനേറ്റ്സിൻ്റെ സമ്മ്, എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റ്സിൻ്റെ സമ്മ് തന്നെയായിരിക്കും അതിൻ്റെ ഓപ്പോസിറ്റ് കോർഡിനേറ്റ്സിൻ്റെയും. അപ്പോൾ ഇവിടെ 3 ആണ് എക്സ് വാല്യൂ, ഇവിടെ 9 ആണ് എക്സ് വാല്യൂ. അപ്പോൾ 3 + 9 ദറ്റ് ഇസ് 12. 3 + 9 ഇവിടെ തന്നിരിക്കുന്ന കോർഡിനേറ്റ്സ് ഇവിടെ 3 ആണ് തന്നിരിക്കുന്നത്. ആൻഡ് ഇവിടെ 9 5 ആണ് തന്നിരിക്കുന്ന കോർഡിനേറ്റ്സ്. ഇവിടെ 6 ആണ്. നമുക്ക് കാണേണ്ടത് പി ആണ് കാണേണ്ടത്. അപ്പോൾ ഇതിൻ്റെ എക്സ് വാല്യൂസ് എന്ന് പറഞ്ഞാൽ 3 + 9 ദറ്റ് ഇസ് 12. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ എടുക്കുമ്പോഴും ഇതിൻ്റെ എക്സ് വാല്യൂസ് സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടെ ഓൾറെഡി 6 ആണ്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും, പി കോർഡിനേറ്റ് എന്ന് പറയുന്നതും 6 ആയിരിക്കും. സോ 3 + 9 വിൽ ബി ദ സെയിം ആസ് എക്സ് + 6. അപ്പോൾ അവിടുന്ന് എക്സ് എന്ന് പറയുമ്പോൾ എന്താ കിട്ടുക, എക്സ് ഇസ് ഓൾസോ 6. അപ്പോൾ ഈ കോർഡിനേറ്റ് 6. ഇനി വൈ വാല്യൂസ് 3 + 5 is equal to y + 6. therefore y is equal to 8 - 6 is 2. so 6, 2 ആണ് പിൻ്റെ കോർഡിനേറ്റ് കിട്ടുന്നത്. ഇനി നമ്മളോട് ബാക്കിയുള്ള ആ വലിയ ക്വാഡ്രിലാറ്ററലിൻ്റെ വേർട്ടിസസ് ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. സെക്കൻഡ് സബ് ക്വസ്റ്റ്യനിൽ വേർട്ടിസസ് ഓഫ് ദ റിമൈനിങ്. ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഒരു വാല്യൂ, ഇവിടെ കോർഡിനേറ്റ് 2 1 ആണ് തന്നിരിക്കുന്നത്. ഇനി ബാക്കിയുള്ള ഡി കാണണം. എ ഡിയുടെ മിഡ് പോയിൻ്റ് ആണ് എസ്. സോ ഈ ഒരു കോർഡിനേറ്റ് നമുക്ക് x1, y1 എന്ന് കൊടുത്താൽ ഇതിൻ്റെ മിഡ് പോയിൻ്റ് ആണ് ഇത് എസ് എന്ന് പറയുന്നത്. സോ 2 + x1/2. so s is the midpoint. s is the midpoint. therefore coordinates ഏതൊക്കെയാ, 2 + x1/2 is equal to 3 and 1 + y1/2 is equal to 3. ഈ രണ്ടെണ്ണത്തിൽ നിന്ന് എന്ത് കിട്ടും, x1ൻ്റെ വാല്യൂ കിട്ടും. x1 is equal to 6 - 2 that is 4 and y1 is equal to 6 - 1 that is 5. so 4 5 ആണ് കോർഡിനേറ്റ് ഓഫ് ഡി. ഈ കോർഡിനേറ്റ് 4, 5 എന്ന് കിട്ടി. സോ ഡി കോർഡിനേറ്റ് ഇസ് 4, 5. ഇനി നമുക്ക് കാണേണ്ട നെക്സ്റ്റ് കോർഡിനേറ്റ്സ് കാണണം, അതായത് സി കോർഡിനേറ്റ്. ഇതിനെ നമുക്ക് x2, y2 എന്ന് എടുക്കാം. ഇനി അതേപോലെ 4 + x2/2 is equal to 6. 4 + x2/2 is equal to 6. പിന്നെയോ സെക്കൻഡ് വൺ എന്താ, y കോർഡിനേറ്റ് എന്താണ്, 5 + y2/2 is equal to 6. 5 + y2/2 is equal to 6. അപ്പോൾ ഇവിടെ നിന്ന് x2 is equal to 12 - 4 that is 8. and ഇവിടുന്ന് y2 12 - 5 that is 7. so we got the coordinate of ഏത് കോർഡിനേറ്റ് ഇപ്പോൾ നമുക്ക് കിട്ടിയേ, സി കോർഡിനേറ്റ്. so c coordinate is 8, 7. ഇനി അതിൽ ഒരു കോർഡിനേറ്റും കൂടെ കാണാനുണ്ട്, that is b. so ഇപ്പോൾ ഇവിടെ കിട്ടിയ സി കോർഡിനേറ്റ് എന്ന് പറയുന്നത് 8, 7 ആണ്. ദിസ് ഇസ് 8, 7 ആണ് സി കോർഡിനേറ്റ്. ഇനി നമുക്ക് കാണേണ്ടത് ബി എന്ന് പറഞ്ഞ കോർഡിനേറ്റ്. ലെറ്റ് ഇറ്റ് ബി x3, y3. സോ 8 + x3/2 is equal to 9. 8 + x3/2 is equal to 9 and y-ൻ്റെ വാല്യൂസ് 7 + y3. 7 + y3/2 is equal to 5. ഇവിടുന്ന് x3 is equal to 18 - 8 is 10 and y3 is equal to, cross multiply here, 10 - 7 is 3. so the coordinate of b coordinate is 10, ഇവിടെ 3 ആണ്. 10 - 7 is 3. ഇപ്പോൾ ഇവിടെ 3 ആണ് വരിക. സോ 10, 3 ആണ് കോർഡിനേറ്റ് ഓഫ് ബി. ഇനി ഏതെങ്കിലും വാല്യൂസ് കാണാനുണ്ടോ?
ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ സോ എല്ലാ കോർഡിനേറ്റ്സും നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ x1 + x2 by 2 y1 + y2 by 2 എന്നുള്ള ആ റിസൾട്ട് വെച്ചിട്ട് തന്നെയാണ് മിഡ് പോയിൻ്റ് ഫോർമുല യൂസ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്. Question number 5. The coordinates of the vertices of a triangle are 3, 5, 9, 13, 10, 6. Prove that this triangle is isosceles. അപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ ഐസോസ്ലെസ് ആണെന്ന് കാണിക്കണം. അപ്പോൾ ഐസോസ്ലെസ് ആണെന്ന് കാണിക്കണമെങ്കിൽ നമ്മൾ ഇതിനെ എ ബി ആൻഡ് സി ആയിട്ട് എടുക്കാം. എ ബി ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്യുക, എന്നിട്ട് എ ബിയുടെ ലെങ്ത് കാണുക. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് x1 - x2. അപ്പോൾ 9 - 3 ഹോൾ സ്ക്വയർ പ്ലസ് 13 - 5 ഹോൾ സ്ക്വയർ. അപ്പോൾ ഐസോസ്ലെസ് ആണെങ്കിൽ രണ്ട് സൈഡ്സ് സെയിം ആയിരിക്കണം. ഇറ്റ്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് 9 - 3 6. 6 സ്ക്വയർ ഇസ് 36 പ്ലസ് 13 - 5. 13 - 5. 13 - 5 എന്ന് പറയുമ്പം 7 7 8. So 8 square, that is 64. It's equal to root 100. Root 100 is 10. So അതാണ് എ ബി. ഇനി ബി സിയോ, ബി സി is equal to root of 10 - 9 whole square plus 6 - 13 whole square. Simplify ചെയ്യുമ്പോൾ 1 square plus 7 square. That is 49 plus 1 root 50. അതേപോലെ എ സി is equal to root of 10 - 3 whole square plus 6 - 5 whole square. That's equal to 7 square 49 plus 1 root 50. അപ്പോൾ നമുക്ക് കിട്ടിയത് ഒരു ഐസോസ്ലെസ് ട്രയാങ്കിൾ കിട്ടി, കാരണം രണ്ട് സൈഡ്സ് സെയിം ആണെന്ന് വന്നതുകൊണ്ട്. അപ്പോൾ രണ്ട് സൈഡ് എന്ന് പറഞ്ഞാൽ ഈ സൈഡും റൂട്ട് 50, ഈ സൈഡും റൂട്ട് 50. അപ്പോൾ എ ബി ബി സി, എ സി ബി സി, എ സി ഈക്വൽ ടു റൂട്ട് 50, ബി സി ഈക്വൽ ടു റൂട്ട് 50. അപ്പോൾ എയും ദിസ് വിൽ ബി എ ആൻഡ് ദിസ് വിൽ ബി ബി, ഇത് സിയും. അപ്പോൾ എ സിയും ബി സിയും ആണ് സെയിം. പിന്നെ എ ബിയുടെ ലെങ്ത്ത് 10. അപ്പോൾ ഐസോസ്ലെസ് ട്രയാങ്കിൾ ആയതുകൊണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ സ്ട്രെയിറ്റ് വരച്ച് കഴിഞ്ഞാൽ, പെർപെൻഡിക്കുലർ വരച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മിഡ് പോയിന്റിലാണ് ടച്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് 5 ആയിരിക്കും. സോ ആൻഡ് ദിസ് പോയിന്റ് ലെറ്റ് ഇറ്റ് ബി ഡി. ഏരിയ കാണണമെങ്കിൽ നമുക്ക് സി ഡിയുടെ ഈ ഹൈറ്റ് കിട്ടണം. ഹൈറ്റ് പൈത്തഗോറസ് തിയറം വെച്ച് ഈ ഹൈറ്റ് കണ്ടുപിടിക്കാം. സോ സി ഡി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് റൂട്ട് 50 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ. പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്യുക. റൂട്ട് ഓഫ് 50 മൈനസ് 25 വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് 25, ദറ്റ് ഇസ് 5. അപ്പോൾ എന്ത് കിട്ടി? അപ്പോൾ ഈ സി ഡിയുടെ ഇതും 5 തന്നെ. സോ നെക്സ്റ്റ് ഇസ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഇസ് ദ ഏരിയ. ഇപ്പോൾ ഏരിയ എങ്ങനെയാണ് കാണുന്നത്? ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്, വിച്ച് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് 10ഉം ഹൈറ്റ് 5ഉം. ദറ്റ് ഇസ് 25. തന്നിരിക്കുന്നത് മീറ്ററിലാണോ നോക്കുക, യൂണിറ്റ് തന്നിട്ടില്ല. സോ അത്രയും സ്ക്വയർ യൂണിറ്റ്സ്. യൂണിറ്റ് തരാത്തതുകൊണ്ട് നമ്മൾ അത്രയും സ്ക്വയർ യൂണിറ്റ്സ്. ഏരിയ ആയതുകൊണ്ട് നമ്മൾ സ്ക്വയർ യൂണിറ്റ്സ് എന്നാണ് ഇടുക. ഇപ്പോൾ മീറ്ററിലാണ് തന്നതെന്ന് വെച്ചാൽ മീറ്റർ സ്ക്വയർ, സെൻറ്റിമീറ്റർ ആണെങ്കിൽ സെൻറ്റിമീറ്റർ സ്ക്വയർ. രണ്ടും തന്നിട്ടില്ലെങ്കിൽ ഇത് കോർഡിനേറ്റ്സ് ആകുമ്പോൾ നമുക്ക് യൂണിറ്റാണ്, നമുക്ക് ഏത് യൂണിറ്റ് ആണോ അവർ പറയുന്നത് അതിനനുസരിച്ച് അപ്പോൾ സ്ക്വയർ യൂണിറ്റ്സ് എന്ന് എഴുതിയാൽ മതി. Then next question, the center of a circle is 1, 2. ഒരു സർക്കിളിൻ്റെ സെൻറ്റർ is 1, 2 and a point on the circle is 3, 2. Find the coordinates of the other end of the diameter through this point. അപ്പോൾ മറ്റേ എൻഡിലുള്ള പോയിൻ്റാണ് കാണേണ്ടത്. സോ ഇത് ഞാൻ ഇങ്ങനെ വരയ്ക്കാൻ കാരണം ഇതിൻ്റെ y കോർഡിനേറ്റ് ഒക്കെ സെയിം ആണ്. അപ്പോൾ അതൊരു ഹൊറിസോണ്ടൽ ലൈൻ ആയിരിക്കും. ലെറ്റ് ദിസ് പോയിന്റ് ബി എ, ദിസ് ബി ബി ആൻഡ് ലെറ്റ് ദിസ് ബി സി. അപ്പോൾ സി കോർഡിനേറ്റ് കാണണം. അപ്പോൾ സി കോർഡിനേറ്റിനെ നമുക്ക് x, y ആയിട്ട് എടുക്കാം. എന്നിട്ടോ സെൻറ്റർ നമ്മുടെ ഡിസ്റ്റൻസ് മിഡ് പോയിൻറ്റ് ഫോർമുല യൂസ് ചെയ്യുക. ദാറ്റ് ഇസ് എക്സ് പ്ലസ്, ഇവിടെ എക്സ് ആണ്, ഇവിടെ 3 ആണ്. എക്സ്
plus 3 divided by 2 is equal to 1 and y plus 2 divided by 2 is equal to 2. Then, so x is equal to 2 minus 3 and y is equal to 4 minus 2. So, x is equal to minus 1 and y is equal to 2. So, coordinate of C is minus 1 comma 2. അപ്പോൾ ഈ കോർഡിനേറ്റ് -1, 2 ആണ്. അപ്പോൾ അതും ഡിസ്റ്റൻസ് മിഡ് പോയിൻറ്റ് ഫോർമുല തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മിഡ് പോയിൻറ്റ് ഫോർമുല x1 പ്ലസ് x2 ബൈ 2 y1 പ്ലസ് y2 ബൈ 2. അപ്പോൾ ഇതാണ് മിഡ് പോയിൻറ്റ്, അതുകൊണ്ട് അതായിട്ട് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ ഇത് x പ്ലസ് 3 ബൈ 2 ഇസ് ഈക്വൽ ടു 1 ആൻഡ് y പ്ലസ് 2 ബൈ 2 ഇസ് ഈക്വൽ ടു 2. അതിൽ നിന്ന് എക്സും വൈയും കണ്ടുപിടിച്ചാൽ മതി. So that's all from that exercise. Thank you for watching my video. Those who haven't subscribed, please like, share and subscribe, and also click on the bell icon for more updates and notifications. Bye.